സ്ത്രീകൾ പൊതുവെ സെൽഫ് കെയറിന് വേണ്ടി പ്രാധാന്യം കൊടുക്കാത്തവരാണ്. രാവിലെ തിടുക്കപ്പെട്ട് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ തിടുക്കപ്പെട്ട് ബെഡ്റൂമിൽ കയറുന്നത് വരെ വളരെയധികം ജോലിയിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കും അവർ. കുട്ടികളുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഭർത്താവിന്റെ കാര്യങ്ങൾ, അതുമല്ലെങ്കിൽ സ്വന്തം ജോലിയുണ്ടെങ്കിൽ ആ വക കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് സെൽഫ് കെയറിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല. കിട്ടിയാലും തന്നെ പലരും അതിന് മെനക്കെടാറില്ല എന്നതാണ് പ്രധാനം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ, സെൽഫ് കെയറിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ആൻഡ് സെക്ഷലി പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനിടയുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രായും പാൻറ്റീസും ധരിക്കാതിരിക്കുക. ശരീരം സ്വസ്ഥമായെങ്കിൽ മാത്രമേ നല്ല ഉറക്കം കിട്ടുകയുള്ളൂ. ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസും ബ്രായും ശരീരത്തിൽ സ്കിന്നിൽ അടയാളങ്ങൾ ഉണ്ടാക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ലഭിക്കാതെ വരികയും ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ കിട്ടിയില്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാതെ വരികയും ചെയ്യും. ബ്രായും പാൻറ്റീസും ധരിക്കുമ്പോൾ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള വെന്റിലേഷൻ കിട്ടുകയില്ല. ശരിയായ രീതിയിലുള്ള വെന്റിലേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ രാവിലെ ശരിയായ രീതിയിൽ എനർജറ്റിക്കായി ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും പറ്റുകയുള്ളൂ. ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റീസും ബ്രായും ധരിക്കുന്നത് കാരണം ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടാകുകയും രാത്രി മുഴുവൻ അതിൽ വിയർപ്പ് തങ്ങി നിന്ന് ഫോൾ സ്മെല്ലുണ്ടാവുകയും അത് സ്കിൻ ഡിസീസിന്, ചർമ്മരോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. രാത്രിയിൽ ബ്രാ ധരിക്കാതിരുന്നാൽ ബ്രസ്റ്റിന്റെ ഷേപ്പ് നഷ്ടപ്പെടുമോ എന്നാണ് പലരുടെയും പേടി. എന്നാൽ അങ്ങനെയില്ല. രാത്രിയിൽ ബ്രാ ധരിച്ചില്ലെന്ന് കരുതി ബ്രസ്റ്റിന്റെ ഷേപ്പ് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ബ്രസ്റ്റ് ഫാറ്റാണ്, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. ടൈറ്റ് ആയിട്ടുള്ള ബ്രായുടെ സ്ട്രാപ്പുകളൊക്കെ വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും. അതെല്ലാം സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാവും. എന്തായാലും സുഖകരമായ സ്വസ്ഥമായ ഉറക്കത്തിന് പാൻറ്റീസും ബ്രായുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തത് മെൻസസ് പീരീഡിലെ പ്രശ്നങ്ങളാണ്. ഏകദേശം 12 വയസ്സ് മുതൽ 10-12 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള പ്രായത്തിൽ മെൻസസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, മെൻസസ് പീരീഡിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. മെൻസസ് പീരീഡിൽ നല്ല ഹൈജീനിക് ആയിരിക്കുക. സാനിറ്ററി പാഡുകൾ 3 മണിക്കൂർ ഇടവിട്ട് ചേഞ്ച് ചെയ്യുക. അതല്ലെങ്കിൽ ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാവുകയും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. മാസ്റ്റർബേഷൻ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ മറ്റു ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലരും യൂസ് ചെയ്യുന്നതായിട്ട് പറയാം. അത്തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതിനിടയ്ക്ക് കുറച്ചുപേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസി പീരീഡിൽ മാസ്റ്റർബേഷൻ ചെയ്യാമോ എന്ന്. കഴിയുന്നതും പ്രഗ്നൻസി പീരീഡിൽ മാസ്റ്റർബേഷൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പല കാരണങ്ങളുണ്ട്. കഴിയുന്നതും ചെയ്യാതിരിക്കുക. 4 ഹെയർ റിമൂവർ ക്രീമുകളാണ്. ഹെയർ റിമൂവർ ക്രീമുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വളരെ ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെയർ റിമൂവർ ക്രീം മാത്രം ഉപയോഗിക്കുക. പ്രൈവറ്റ് പാർട്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹെയർ ക്രീമുകളോ ഹെയർ റിമൂവർ ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ സെൻസിറ്റീവ് ടെസ്റ്റ് നടത്തുക. വളരെ ശ്രദ്ധിച്ച് മാത്രം അത്തരത്തിലുള്ള ക്രീമുകൾ സെലക്ട് ചെയ്യുക. സാധാരണ ക്രീമുകൾ ഉപയോഗിക്കാതെ സ്വകാര്യ ഭാഗത്ത് ഉപയോഗിക്കുന്ന ക്രീമുകൾ മാത്രം ഉപയോഗിക്കുക. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. നോ പറയേണ്ടിടത്ത് നോ പറയുക. ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു റെസ്പെക്ട് കൊടുക്കുക, ഒരു വാല്യൂ കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടേക്ക് കെയർ.